അമേരിക്ക പുതിയ ഒരു അടവ് അല്ലെങ്കിൽ ഒരു തന്ത്രം പയറ്റുകയാണെന്ന് തോന്നുന്നു. പുതിയൊരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിച്ചതായി ഞങ്ങൾക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ ആ രാജ്യത്തെ ഒന്നുകിൽ മുളയോടെ നുള്ളിക്കളയണം, അല്ല എങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ എണ്ണപ്പെട്ട ആളുകളെ മാറ്റി പുനഃസ്ഥാപിക്കപ്പെടണം. ഇതാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപനം. അഥവാ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനീവയിൽ 4-മതോ അല്ല 3-മതോ പരോക്ഷമായിട്ടുള്ള ചർച്ചയാണ്. അനൗദ്യോഗികമായ ചർച്ച എന്നൊക്കെ വിളിക്കുന്ന ഒരു ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അബ്ബാസ് അരാജ്കിയും ബന്ധപ്പെട്ടവരൊക്കെ ഇന്നലെ രാത്രി തന്നെ അവിടത്തേക്ക് യാത്ര തിരിച്ചു എന്ന വീഡിയോ നമ്മൾ ചെയ്തതാണ്. ആ സമയമാണ് ഈ ഭാഗത്ത് അല്ലെങ്കിൽ മറുഭാഗത്ത് വന്നിട്ട് പറയുന്നത് ഇറാൻ ഇപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നുണ്ട്, അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? തീർത്തും അപഹാസ്യമായിട്ടുള്ള ഒരു ചർച്ച മാത്രമേ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ലോകത്ത് ഒരു പോയിൻ്റ് സമാധാനം അല്ലെങ്കിൽ അണു ഇന എന്നൊക്കെ നമ്മൾ പറയാറില്ല, ആ ഒരു ലെവലിൽ പോലും ഈ ചർച്ച വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം അമേരിക്ക എന്തൊക്കെ ചെയ്യുന്നോ അതിനൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള അഥവാ ഒരു പരിധിവരെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൽ വിജയിക്കില്ല എന്ന് അമേരിക്കക്ക് മനസ്സിലായി. അമേരിക്ക 3-മതും ചർച്ചയ്ക്ക് വിളിച്ചു, 4-മതും ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോഴൊക്കെ പൂർണ്ണ സമ്മതനായി ഇറാൻ വരുമ്പോൾ അവിടെ ഇത് വിജയിക്കില്ല എന്ന് ബോധ്യമായി. കാരണം ഈ വിളിക്കുമ്പം വരാതിരിക്കലായിരുന്നു അമേരിക്ക കണ്ട ഒരു കുതന്ത്രം. പക്ഷേ അവിടെ അത് പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ പുതിയ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അമേരിക്ക എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്താ മനസ്സിലാക്കിയത്? ഇറാൻ്റെ മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അത് ഏകദേശം എൻറിച്ച് അഥവാ യുറേനിയം ആയുധമാക്കുന്ന ഭാഗത്തേക്ക് ഏതാനും അടുത്തിരിക്കുന്നു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അമേരിക്കയെ വെല്ലുന്ന രൂപത്തിൽ ഇറാൻ വലിയൊരു ആണവായുധം ഉണ്ടാക്കും. അതും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് തൊടുത്തുവിടാൻ പാകത്തിലുള്ള മിസൈലും അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ നിലനിൽപ്പ് സാധ്യമല്ല. ഇതുവരെ പറഞ്ഞത് വേറൊന്നായിരുന്നു, മിഡിൽ ഈസ്റ്റിന് നിലനിൽപ്പ് സാധ്യമല്ല എന്നുള്ളത്. അതിനേക്കാൾ കുറച്ചുകൂടി പവർ കൂട്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് എത്താൻ പറ്റുന്ന പാകത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. ഒരു ഭാഗത്ത് ആണവായുധവും ഉണ്ടാക്കുന്നു. ഇത് രണ്ടും കൂടി ആ ഇറാൻ എല്ലാം സംവിധാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു നിലനിൽപ്പിനെ പ്രശ്നമായി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാം യുദ്ധം അടുത്തിരിക്കുന്നു. കാരണം എല്ലാ തിട്ടൂരങ്ങളും ഇറക്കി നോക്കി, ഒന്നും വിജയിച്ചില്ല. അവസാനം അമേരിക്കൻ ഐക്യനാടുകൾക്ക് പോലും അപകടപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളെ, വാർഹെഡുകളെ ഇറാൻ വികസിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഒരു ഭാഗത്ത് യുറേനിയം സമ്പുഷ്ടീകരണവും നടത്തുന്നുണ്ട്. ഈ ഉപരോധങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ വലിയ തീവ്ര ഭീകര രാജ്യങ്ങളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഇവർ അവസാന ഘട്ടത്തിലെ സംസാരവും പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതേ ദിവസമാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് പറയുന്നത്. മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു മട്ടാണുള്ളത്. എന്താണെങ്കിലും ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാം അവസാനത്തെ ഒരു തന്ത്രമാണിത്. ഇത് വെച്ചിട്ട് അവർ യുദ്ധം ചെയ്യാനുള്ള സാധ്യത, യുദ്ധം തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എന്താണെങ്കിലും കാത്തിരിക്കാം. കാരണം ട്രംപാണ് ആൾ. ഇന്ന് രാവിലെ പറഞ്ഞത് വൈകുന്നേരമാകുമ്പോൾ വീണ്ടും മാറ്റി പറയും. അത് വൈകുന്നേരമായ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും രാത്രിയാകുന്ന ോടുകൂടി ഈ പറഞ്ഞതൊക്കെ മറന്നുകൊണ്ട് വീണ്ടും പുതിയതിനെ പറയുന്ന ഒരാളാണ്. ഒന്നുകിൽ വയസ്സിൻ്റെതാകാം, അല്ല അയാളുടെ കോമഡി ആയിട്ട് ഉപയോഗിക്കുന്നതാകാം. എന്താണെങ്കിലും ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടിന് പോലും അപകടപ്പെടുത്താൻ പറ്റുന്ന പാകത്തിൽ ഇറാൻ വളർന്നു വരുന്നു എന്നതാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ. അതേപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചിരിക്കുന്നു എന്ന് തെളിവ് സഹിതം കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ അണിനിരത്തുന്നത്. എന്തൊക്കെയാണ് അടുത്ത മണിക്കൂറുകളിൽ വരുന്നതെന്നുള്ളത് നോക്കി നമുക്ക് വീഡിയോ ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.